തലസ്ഥാന നഗരിയുടെ ജീവനാഡിയായിരുന്ന ഒരു പ്രധാന നീർത്തടം കൂടി ഇല്ലാതാകുകയാണ്. ഒരു കാലത്ത് പരന്നുകിടന്ന നെൽപ്പാടങ്ങൾക്ക് ജീവൻ നൽകി ഒഴുകിയിരുന്ന തെറ്റിയാർ ഇന്ന് അനധികൃത കയ്യേറ്റങ്ങളുടെയും മാലിന്യങ്ങളുടെയും ശവപ്പറമ്പായി മാറി. പ്രഖ്യാപിക്കപ്പെട്ട പുനരുജ്ജീവന പദ്ധതികളെല്ലാം ജലരേഖയായപ്പോൾ വരാനിരിക്കുന്ന പാരിസ്ഥിതിക ദുരന്തത്തെ എങ്ങനെ നേരിടുമെന്നറിയാത്ത ആശങ്കയിലാണ് കഴക്കൂട്ടത്തെ ജനം. കഴക്കൂട്ടം, അണ്ടൂർക്കോണം, പോത്തൻകോട് ഗ്രാമപഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങൾക്കും പച്ചപ്പിനും ജീവൻ പകർന്നിരുന്ന ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സായിരുന്നു തെറ്റിയാർ. ഗുനയിൽ പണിമൂല വെട്ടുറോഡ് വഴിയെത്തുന്ന കൈവഴിയും ശാസ്തവട്ടം വഴി വരുന്ന കഴിവഴിയും കഴക്കൂട്ടത്ത് വെച്ച് ഒന്നായി ചേർന്ന് ആറ്റിപ്ര വഴി വേളിക്കായലിലേക്കാണ് തെറ്റിയാർ തോട് ഒഴുകിയെത്തിയിരുന്നത്. എന്നാൽ ഈ സ്വാഭാവിക ഒഴുക്കിനെ അനധികൃത കയ്യേറ്റങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. കരയേത് തോടേത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയതോടെ കഴക്കൂട്ടത്തിന്റെ ജീവനാഡി ഇന്ന് മാരകമായ പകർച്ചവ്യാധികളുടെ പ്രഭവ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഒരു വിഭാഗം രാഷ്ട്രീയ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ ഭൂമാഫിയ നടത്തിയ അനധികൃത കയ്യേറ്റങ്ങളാണ് തെറ്റിയാറിനെ ഇന്ന് അക്ഷരാർത്ഥത്തിലൊരു ഓടയായി മാറ്റിയത്. 18 മീറ്റർ മുതൽ 36 മീറ്റർ വരെ വീതിയുണ്ടായിരുന്ന തോടിന്റെ ഭൂരിഭാഗവും ഇന്ന് സ്വകാര്യ വ്യക്തികളുടെയും വൻകിട നിർമ്മാണ കമ്പനികളുടെയും കൈവശമാണ്. പ്രദേശത്തെ ഭവന സമുച്ചയങ്ങളിൽ നിന്നും ഹോസ്റ്റലുകളിൽ നിന്നും വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യ കുഴലുകളും ഹോട്ടലുകളിലെ മാംസാവശിഷ്ടങ്ങളും പരസ്യമായാണ് ഈ ആറ്റിലേക്ക് തള്ളുന്നത്. ഇതോടെ പ്രദേശത്തെ കിണറുകളിലെ വെള്ളവും പൂർണ്ണമായി ഉപയോഗശൂന്യമായി കഴിഞ്ഞു. നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ ആക്കുളം കായലിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ഉള്ളിലോട്ട് ടെക്നോ പാർക്കിൻ്റെ പ്രോപ്പർട്ടിക്കകത്തുള്ളൊരു തെറ്റിയാർ തോടിൻ്റെ ഭാഗമാണ്. ഈ തെറ്റിയാർ തോടിൻ്റെ അകത്ത് ഈ കാണുന്ന കൺസ്ട്രക്ഷൻസ് കൂടി 16ഓളം അനധികൃത കൺസ്ട്രക്ഷൻസിൽ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് നമുക്കൊരു RTA രേഖകൾ തന്നെ നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഈ പ്രദേശങ്ങളിൽ പലയിടത്തും 26 മീറ്ററിന് അധികം തോടുകളുണ്ടായിരുന്നെന്നും അത് ഇപ്പോൾ ഈ തോട്ടിനകത്ത് വെച്ചാണ് ഈ പാലങ്ങൾ കെട്ടിയിട്ടുണ്ടെന്നുള്ള പോലുള്ള റിപ്പോർട്ടുകൾ അന്നത്തെ AEമാരും EEമാരും എല്ലാവരും ശരിവെച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യുകയും അവർ തെറ്റിയാർ സംരക്ഷണ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം കളക്ടർ മുമ്പ് റിപ്പോർട്ട് ചെയ്യുകയും അത് അന്നത്തെ ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് അറിയാവുന്നതാണ്. കയ്യേറ്റം കാരണം തോടിന്റെ സ്വാഭാവിക വഴി തന്നെ പലയിടത്തും തിരിച്ചുവിട്ടു. തെറ്റിയാർ തോടിനെ മാലിന്യമുക്തമാക്കാനും വെള്ളപ്പൊക്കം തടയാനുമായി കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച തെറ്റിയാർ മിഷൻ പദ്ധതിക്കായി കോടികളാണ് അനുവദിച്ചത്. എന്നാൽ രാഷ്ട്രീയ താൽപര്യങ്ങളും ഉദ്യോഗസ്ഥ ഭൂമാഫിയ കൂട്ടുകെട്ടും പദ്ധതികളെ അട്ടിമറിച്ചു. തെറ്റിയാറിനെ വീണ്ടെടുക്കാനായി അനുവദിച്ച തുകയുടെ വലിയൊരു പങ്കും കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും പോക്കറ്റുകളിലേക്കാണ് പോയതെന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തോളം കൂടുതലാവുന്നു. ഞാൻ വരുമ്പോൾ തൊട്ടേ ഈ തോട് ഈ അവസ്ഥയിൽ തന്നെ കിടക്കുന്നത്. ആരൊക്കെ മാറി ഭരണത്തിൽ വന്നാലും ഇതൊന്നും ചെയ്യാറില്ല. കാലാകാലങ്ങളിൽ വന്നിട്ട് ഈ ശുചീകരണമെന്നും പറഞ്ഞിട്ടുണ്ട്, മഴക്കാല ശുചീകരണമെന്നും പറഞ്ഞിട്ട് സൈഡിൽ കുറേ പുല്ല് വെട്ടിക്കൊണ്ടു പോകും. ഇതല്ലാതെ ഈ തോടിനകത്ത് കിടക്കുന്ന വേസ്റ്റ് മാറ്റുകയോ അല്ലെങ്കിൽ തോടിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് മാറ്റി അതിനെ ആഴം കൂട്ടുകയോ സുഗമമായിട്ട് വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. മാറി മാറി ഭരിച്ചിട്ടും മാറ്റമുണ്ടായില്ലെന്ന പരാതി. 25 മീറ്റർ വീതിയിലൊഴുകുന്ന തെറ്റിയാർ പല സ്ഥലത്തും എത്തുമ്പോൾ 9-10 മീറ്റർ വീതിയായി കുറഞ്ഞു. തോടിന്റെ ആഴവും വീതിയും കുറഞ്ഞതോടെ ചെറിയൊരു വേനൽ മഴ പെയ്താൽ പോലും കഴക്കൂട്ടത്തിനും ആറ്റിപ്രാക്കുമിടയിൽ തോട് കരകവിഞ്ഞ് ജനവാസ മേഖലകൾ വെള്ളത്തിനടിയിലാകുന്ന അവസ്ഥയാണ്. എപ്പോഴും മഴ പെയ്താൽ ഇവിടെ വെള്ളം കയറും. നമ്മളൊക്കെ അപ്പോഴൊക്കെ ദുരിതത്തിലാണ്. അപ്പോഴടുത്തുള്ള സ്കൂളിൽ എവിടെയെങ്കിലും തൽക്കാലം നമ്മളെ മാറാൻ പറയും. അപ്പോഴും മാറും. തിരിച്ച് വെള്ളം പറ്റുമ്പോഴും നമ്മൾ തിരിച്ചിറങ്ങും. വീണ്ടും മഴ പെയ്യുമ്പോഴത്തേക്ക് അതേപോലെ തന്നെ പുറത്ത് കിടക്കണ എല്ലാം വെള്ളം എടുത്തുകൊണ്ട് പോകും, ഒഴുകി പോകും. അകത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം നശിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം എത്രയും പെട്ടെന്ന്. തെറ്റിയാറിൻ്റെ ഈ അവസ്ഥ
സ്വാഭാവിക മരണമല്ല, അധികാരികളുടെ അനുവാദത്തോടുകൂടി ഭൂമാഫിയ നടത്തിയ കൊലപാതകമാണ്. ഒരു ചെറുമഴയിൽ പോലും ഈ മാലിന്യപ്പുഴ നൂറുകണക്കിന് കുടുംബങ്ങളുടെ വീടുകളിലേക്കാണ് എത്തുന്നത്. അത് സാധാരണക്കാരെ മാത്രമല്ല, കഴക്കൂട്ടം നഗരത്തെ ഒന്നാകെ വെള്ളത്തിൽ മുക്കുകയാണ്. ഈ പ്രകൃതി ദുരന്തത്തിന് അവസാനം കാണാൻ ഈ സർക്കാരെങ്കിലും തയ്യാറാകണം. ക്യാമറമാൻ MG മഞ്ജുഷനൊപ്പം അനുരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.